ഹലോ, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ. കണ്ടോ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ നാക്കുളിക്കാണ്. പോട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിക്ക് മുമ്പ് ചെമ്പനീർ പൂവിൻ്റെ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസാണ് ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെയും കല്യാണം കഴിഞ്ഞ് അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ശ്രുതിയെ പിന്നാലെ നടന്നിരുന്ന ആ ഒരു PA അപകടത്തിൽ പെട്ടു കോമയിൽ പോയി എന്നൊക്കെ ശ്രുതി അറിയുന്നത്. അതോടുകൂടി ശ്രുതിയുടെ ടെൻഷൻ മാറുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ശ്രുതിയെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും ആരും അറിയില്ലല്ലോ. അതോടെ ശ്രുതിയാണെങ്കിൽ ഹാപ്പി ആവുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി റൂമിൽ നിന്ന് ഓടി വന്ന് നമ്മുടെ ചന്ദ്രയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ആ ഭാഗം തുടങ്ങിയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്, ഇപ്പം ഞാൻ പറയാൻ പോകുന്ന എപ്പിസോഡിലുള്ളത്. അങ്ങനെ ചന്ദ്രയെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, അല്ല മോളെ, മോക്ക് എന്ത് പറ്റി? ഒരുപാട് നന്ദിയുണ്ട് ആൻറ്റി എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, നന്ദിയോ? അതെന്തിനാ എനിക്കെന്ന് ചോദിക്കുകയാണ്. അല്ല, എനിക്കിതുപോലെ ഒരു നല്ല കുടുംബത്തിലേക്ക് വന്നു കയറാനായിട്ട് കഴിഞ്ഞത് ആൻറ്റി ഉള്ളത് കൊണ്ട് മാത്രമല്ലേ. എനിക്ക് ഒരു അമ്മയാണ് കിട്ടിയിരിക്കുന്നത്, എൻ്റെ അമ്മായിയമ്മയായിട്ടല്ല ഞാൻ കണക്കാക്കുന്നതെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോഴത്തേക്കും രേവതി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ചന്ദ്രയാണെങ്കിൽ പറയാണ്, എനിക്കും അതെ, എൻ്റെ മരുമകളല്ല മോളാണ്. മോള് കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ചില അലവലാദികളൊന്നും ഈ വീട്ടിലേക്ക് കയറില്ലായിരുന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ രേവതിക്ക് വിഷമമാവാണ് കേട്ടോ. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ്, മോളെ, ഇവള് പറയുന്നത് കേട്ടിട്ടാണോ മോള് വിഷമിക്കുന്നത്? അവൾ അങ്ങനെ പലതും പറയും, അവളുടെ സ്വഭാവമൊക്കെ അറിയാലോ. മോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനുള്ളത് ചെയ്യും, ഇവളുടെ വർത്തമാനമൊന്നും കേട്ട് നിൽക്കണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ശ്രുതി പറയാണ്, ആൻറ്റി, എനിക്കൊരാഗ്രഹമുണ്ട്. സാധാരണ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചെക്കനും പെണ്ണും ഒരു കുടത്തിൽ തമിഴ്നാട്ടിലെ ആചാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു കുടത്തിൽ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട്, മഞ്ഞൾ വെള്ളം നിറച്ചിട്ട് അതിൽ ഒരു മോതിരം ഇട്ടേക്കും. എന്നിട്ട് ഈ മോതിരം തിരഞ്ഞ് കണ്ടുപിടിക്കും. പിന്നെ തലയിൽ പപ്പടം പൊട്ടിക്കും. ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണത്തിന് അത് ഉണ്ടായില്ലല്ലോ, അത് ചെയ്യിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചന്ദ്രയും പറയാണ്, അത് ചെയ്യിക്കാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രേവതിനോട് പറയാണ്, രേവതി, നീ ആ സാധനമൊക്കെ എടുത്തിട്ട് വരാൻ പറയാണ്. അപ്പോഴത്തേക്ക് ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശി വരികയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ മോള് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ കാര്യം പറയാണ് മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശി പറയാണ്, രേവതിയുടെയും സച്ചിയുടെയും കല്യാണത്തിന് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ, അവരെ കൊണ്ടും ചെയ്യിക്കാമെന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്രക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്ര പറയാണ്, ഇപ്പോൾ ഇവരുടെ കല്യാണമല്ലേ കഴിഞ്ഞത്, അവരെ കൊണ്ട് ചെയ്യിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ വാശിപ്പുറത്ത് നമ്മുടെ ശ്രുതിനെയും കൊണ്ട് മാത്രമാണ് ഈ സംഭവം ചെയ്യിക്കുന്നത്. അങ്ങനെ രേവതി സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി വരും. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, അല്ല, ഇതെന്താണ് ഹാളിൽ കൊണ്ടുവന്ന് കുടം വെച്ചേക്കുന്നത്, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ രവീന്ദ്രൻ കാര്യങ്ങളൊക്കെ സച്ചിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടത് സച്ചിക്ക് ചിരി വരികയാണ്. ഇവന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു ഗുണമില്ലാത്തവനാണ് ഇവന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ശ്രുതിയെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊട്ടും ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്ത് പറയുമ്പോഴും തగ్గടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സച്ചി. ഇത് കേട്ടിട്ട് ശ്രുതിക്കും ഇഷ്ടപ്പെടുന്നില്ല, ചന്ദ്രയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ മോതിരം ഇങ്ങനെ കുടത്തിലിട്ടേക്കുകയാണ്. അങ്ങനെ ശ്രുതിയും കൂടെ ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് കിട്ടൂല, അത് ശ്രുതി തന്നെ എടുക്കുള്ളൂ എന്ന് സച്ചി പറയും. ഇവനെയും കൊണ്ട് ഒരു ഗുണമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ കയ്യിലാണ് മോതിരം കിട്ടുന്നത്. ശ്രുതി നേരെ നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുകയാണ്. ഈ രണ്ടുപേരുടെയും പേര് ഒരുപോലെ ആയത് കാരണം ആകെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ എന്തായാലും ശ്രുതിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ശ്രുതി കണ്ടുപിടിച്ചതായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് നമ്മുടെ സച്ചി ചോദിക്കുകയാണ്, അല്ല, നീയെല്ലാം കണ്ടുപിടിച്ചത്, ആ പെൺകൊച്ചാണ് കണ്ടുപിടിച്ചത്, ഞാൻ കണ്ടതാന്ന് പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാം അവിടുത്തെ ഇവനിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രയാണെങ്കിൽ എൻ്റെ മോൻ അല്ലെങ്കിലും ബുദ്ധിമാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിനെ നോക്കിക്കൊണ്ട് ശ്രുതി നാണത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയുകയാണ്, അതേ അവൻ കരയുന്നു എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് അച്ഛൻ പറയുകയാണ്, എടാ, അതവൻ കരഞ്ഞതല്ല, അവനെ നാണം വന്നതാന്ന് പറയാം കേട്ടോ. എന്തായാലും ഇവിടെ നല്ല രസമാണ് കേട്ടോ, ഈ ഒരു ഭാഗമൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. അവസാനം തലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പപ്പടമൊക്കെ അടിക്കുകയാണ്. അപ്പോൾ ഈ പപ്പടം അടിക്കുന്ന സമയത്ത് സച്ചി പറയുകയാണ്, എത്ര രൂപയുടെ മുതലാണ് ഇങ്ങനെ വെറുതെ നശിപ്പിച്ച് കളയുന്നത്, പപ്പടത്തിനൊക്കെ എന്താ വില എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ആ സമയത്ത് രവീന്ദ്രൻ പറയാണ്, മോളെ രേവതി, ഇവന് കൂട്ടിക്കൊണ്ടുപോയി നീ ചോറ് കൊടുക്കുക, അതായിരിക്കും നല്ലതെന്ന് പറയാണ്. അങ്ങനെ രേവതി സച്ചിനെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ചോറൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ രേവതി മൊത്തം ഇവരുടെ ആ ഒരു ഇതൊക്കെയാണ് എൻജോയ് ചെയ്യുന്നതൊക്കെയാണ് രേവതി ശ്രദ്ധിക്കുന്നത്. രേവതിക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ആ ഒരു സീൻ കഴിഞ്ഞു. അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയാണെങ്കിലും മനസ്സിൽ സമാധാനമൊക്കെ അങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ആ താലിയൊക്കെ നോക്കി ശ്രുതി ഭയങ്കര സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. ആ സമയത്ത് ശ്രുതി പതിയെ പതിയെ ശ്രുതിയുടെ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കാൻ പോവാണ് കേട്ടോ. ഇത് കണ്ടതും ശ്രുതി അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ. പെട്ടെന്ന് അപ്പോൾ ശ്രുതിയും ഞെട്ടിപ്പോവാണ് കേട്ടോ. അല്ല നീ ഇപ്പം എൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയാണ് അതെ ഭാര്യയൊക്കെ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഈ റൂമിലേക്ക് വരണ്ടായിരുന്നു ശ്രുതി എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഇവർ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയിൽ ശ്രുതിയാണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് കേട്ടോ. ചന്ദ്രയുടെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, മോൾ എന്തിനാണ് റൂമിൽ നിന്ന് ഇങ്ങ് പോന്നു കളഞ്ഞത്? കുറച്ച് നേരം കൂടെ മോക്കെ പോയി റെസ്റ്റ് എടുക്കാറുന്നില്ലേ? അമ്മ എന്തായാലും ആപ്പിളൊക്കെ കട്ട് ചെയ്ത് മോക്ക് തരാം, മോൾ ഇവിടെ ഇരിക്കേ, മോൾ എന്നിട്ട് ആപ്പിൾ കട്ട് ചെയ്ത് കഴിച്ചോളാൻ പറയാണ്. അങ്ങനെ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ചന്ദ്ര ശ്രുതിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് അയൽവക്കത്തുള്ള പൂക്കാരികളായിട്ടുള്ള കുറച്ച് ചേച്ചിമാർ കടന്നു വരുന്നത്. അങ്ങനെ ഈ ചേച്ചിമാർ നമ്മുടെ രേവതിനെ വിളിക്കുകയാണ്. അങ്ങനെ രേവതി വരികയാണ്. രേവതി എല്ലാവരോടും നല്ല സ്നേഹത്തോടുകൂടി വർത്താനം പറയും. അപ്പോൾ ശ്രുതി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ രേവതിനെ തന്നെ നിങ്ങൾ നോക്കി നിൽക്കുകയാണ്. അപ്പം ഈ ചേച്ചിമാരൊക്കെ പറയുകയാണ്, മോളുടെ ഭർത്താവ് വളരെ നല്ലൊരു പയ്യനാണ്, മോൾക്ക് പറ്റിയ പയ്യനെയാണ് ദൈവം മോൾക്ക് കൊണ്ടു തന്നിരിക്കുന്നത്, നല്ലൊരു മോനാണ് അവൻ എന്നൊക്കെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയും നമ്മുടെ രേവതിയും പറയുകയാണ്, ചേച്ചിയൊക്കെ ഇരിക്കുക, ഞാൻ വെള്ളം എടുക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, അല്ലമ്മേ ഇതൊക്കെ ആരാന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മായിയമ്മ പറയാണ്, ചന്ദ്ര പറയാണ്, അതിവിടുത്തെ വലിയ ബിസിനസ്സുകാരികളാന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഈ ചേച്ചിമാരും അത് കേൾക്കുന്നുണ്ട്, ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ആണോ ശരിക്കും ബിസിനസ്സുകാരികളാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പൂക്കാരികളാന്നേ, അവളുടെ കൂട്ടുകാരികൾ. പിന്നെ മോളെ സച്ചിൻ രേവതി അതും ഇതൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ടട്ടാ, സച്ചിയുടെ വായിക്ക് പൂട്ടേയില്ല. പിന്നെ രേവതിക്കാണെങ്കിലും വിദ്യാഭ്യാസമൊന്നുമില്ല, രണ്ടുപേർക്കും വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല, വായി തോന്നിയതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ആരും അവരെ മൈൻഡൊന്നും ചെയ്യാറില്ലെന്നേ, അതുകൊണ്ട് മോളതൊന്നും വിചാരിക്കേണ്ടെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ശ്രുതി ഇങ്ങനെ പറയണേ, ഈ പൂക്കാരികൾ ഇവളുടെ കൂട്ടുകാരികളല്ലേ, എന്നിട്ട് ഇവിടെ കയറി വന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയാണ്, ആൻറ്റി വേണ്ട ഒന്നും പറയില്ലേ, അവർ കേൾക്കും എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ്, മോള് ഈ ആപ്പിൾ കഴിക്കുക, അവർ കേൾക്കട്ടെ, എനിക്കെന്താ കുഴപ്പം, എനിക്ക് ഒരു പേടിയില്ല, അല്ലെങ്കിൽ തന്നെ എന്തിനാ ഞാനിവളുമാരെയൊക്കെ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രേവതി അടുക്കളയിൽ നിന്ന് വരികയാണ്. എന്നിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയാണ്, ചേച്ചിമാരെ പോവല്ലേ, കുറച്ച് ചായ കൂടെ കുടിച്ചിട്ട് പോവാന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ഇവർ പറയാണ്, വേണ്ട മോളെ ചായയൊന്നും വേണ്ട, ഞങ്ങൾ പോവുകയാണ്, പിന്നെ ഇതാണോ മോളുടെ പുതിയ ഇവിടുത്തെ മണവാട്ടി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും രേവതി പറയാണ്, ഇത് തന്നെയാണ് മണവാട്ടി, എങ്ങനെയുണ്ട് ആ പെൺകുട്ടിയുടെ സ്വഭാവം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി പറയാണ്, എനിക്കറിയില്ല, ഞാൻ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് എത്ര അടുപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ചേച്ചിമാർ പറയണം, മോളെ നിങ്ങൾ രണ്ട് വീട്ടിലെ മരുമക്കളാണ്, അനിയത്തിനെയും കൂട്ടത്തിൽ ചേർത്തിട്ട് നല്ല രീതിയിൽ ചേച്ചി അനിയത്തിനെയും പോലെ സന്തോഷത്തോടുകൂടി ജീവിക്കണം, നന്നായിട്ട് അടുക്കണം എന്നൊക്കെ ഇങ്ങനെ ഉപദേശിക്കുകയാണ് കേട്ടോ. രേവതിയും ശരിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ചേച്ചിമാരോടൊന്ന് പോവുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ.